ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ആദ്യം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്ക ഐറ്റമായിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. അതായത് മത്തി അച്ചാർ. ഇത് കാണുമ്പോൾ തന്നെ വായിക്കൂടെ കൊതി വന്നിട്ട് രക്ഷയില്ല എൻ്റെ ചങ്ങാതി. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഈ സെയിം പേരിലുണ്ട്. ആദ്യം തന്നെ മത്തി നല്ല വൃത്തിയാക്കി കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുക. അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തൊരു മറിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് ഇതുപോലെ സ്നേഹത്തോടെ മുളക് പൊടിയും കൂടെ ഒരു തള്ളലങ്ങ് തള്ളിക്കും. 2 സ്പൂൺ അങ്ങ് മുളക് പൊടിയും ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും അതിലേക്ക് ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും എന്നിട്ട് നാരങ്ങ ഇതുപോലെ ഇങ്ങ് പിഴിഞ്ഞ് വയ്ക്കും. ഇപ്പോൾ ഒരു പുളിപ്പ് തോന്നുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇവനെ നല്ലവണ്ണം അങ്ങ് തിരുമ്മി ഇങ്ങ് പിടിപ്പിക്കുക. കണ്ടില്ല, മത്തിയിലേക്ക് നല്ലവണ്ണം അങ്ങ് തിരുമ്മി പിടിപ്പിക്കുക. മസാല നല്ലവണ്ണം അങ്ങ് പിടിപ്പിച്ചോട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കുവാണെങ്കിൽ മത്തിയ നല്ല സെറ്റായിട്ടിരിക്കാം. മസാല എല്ലാം കൂടെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചങ്ങ് സെറ്റായിട്ടൊരു 10 മിനിറ്റ് അങ്ങ് വെച്ച് തരാം ചങ്ങാതിമാർ. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടിയാണ് തീ പിടിപ്പിക്കൽ. നേരെ ഒരു കറക്കൽ ലൈറ്റർ വെച്ചൊരു പിടിപ്പിയിൽ ശേഷം ചട്ടി ചൂടായിക്കുമ്പോൾ എണ്ണ പൊട്ടിച്ചൊഴിക്കണം. വെളിച്ചെണ്ണയല്ല കേട്ടോ ഈ പരിപാടി മൊത്തം നമ്മൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്ക് നമ്മൾ മത്തി എടുത്തിട്ട് മാറി ഇതിലേക്ക് ഇങ്ങനെ പയ്യെ ഇട്ട് കൊടുക്കുക. കൈ പൊള്ളാതെ ഇട്ട് കൊടുത്ത് ഇതുപോലെ മത്തി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മത്തി ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടക്കുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും. എൻ്റെ ചങ്ങാതി ഒരു രക്ഷ ഉണ്ടാവില്ല. നല്ല കൊതി വരുന്നുണ്ടല്ലേ എല്ലാവർക്കും. ഇതുപോലെ മത്തി നല്ല കരിമുരാന്നുള്ള ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ആ മുള്ള് വരെ പൊട്ടിപ്പോകുന്ന രീതിയിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അവനിങ്ങനെ ലെവലായി കോരി വാരി ഇതിലേക്ക് ഇങ്ങനെ എടുത്തിടുക. കണ്ടില്ലേ? എന്നിട്ട് ബാലൻസ് വരുന്ന മത്തിയും കൂടെ ഇതേപോലെ തന്നെ ഓയിലിലിട്ടങ്ങ് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല. ഇത് മത്തി നമ്മളെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കടിച്ച് പറിച്ചങ്ങ് തിന്നാൻ തോന്നുന്ന രീതിയിലായിരിക്കണം. അതായത് മുള്ള് വരെ തിന്നാൻ പറ്റുന്ന രീതിയിൽ കരിമുരാന്നിരിക്കണം മത്തി. അതുപോലെ ഫ്രൈ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കുക. കണ്ടില്ലേ, മത്തി ഫ്രൈ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ. കൊതി വരുന്നുണ്ട് എല്ലാ ചങ്ങാതിമാർക്കും, നമുക്കറിയാം. ഈവനെയും ഇതുപോലെ കോരിയെടുത്തൊരു മറി പറിച്ചു. ശേഷം അടുത്ത ഉരുളി കത്തിക്കുക. ഉരുളി ഒന്ന് ചൂടായി സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി ലെവലായി വരുമ്പോഴേക്ക് ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കുക. ശേഷം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചിയും നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് ഇതിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ചെയ്യണം. നല്ല ലെവലിലങ്ങ് ഉലർത്തിയെടുക്കുക. കണ്ടില്ലേ? അവനൊന്ന് ലെവലായി വരുമ്പോൾ ഇച്ചിരി പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ആവനെയും ഇതിൻ്റെ അകത്തിട്ടങ്ങ് റോസ്റ്റ് ചെയ്യാം. ഈ കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയ്ക്ക് അത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും കേട്ടോ എൻ്റെ ചങ്ങാതി. ഇതൊരു പ്രത്യേക മണം തന്നെ. നമ്മുടെ മലയാളികളുടെ ഫുഡ് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ കളറിലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇങ്ങ് വാരി വിതറുക. മുളക് പൊടി വാരി വിതറുക. കുറച്ച് മീറ്റ് മസാല കേട്ടോ, ഇതൊരു സീക്രട്ട്, ആരോടും പറയണ്ട കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ശേഷം മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്യാം. ആ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി പച്ചച്ചോവയെല്ലാം കൂടെ മാറും. ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് ലെവലാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും എന്നിട്ട് വിനാഗിരി ഇതുപോലെ ഒരു മറിക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇവനെ കുക്ക് ചെയ്യുക. വിനാഗിരിയും ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് തിളപ്പിക്കാം. ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇച്ചിരി ഉലുവപ്പൊടി ഇതുപോലെ ഇങ്ങിട്ട് കൊടുക്കാം. ശേഷം ഒന്നും കൂടെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി എടുത്തൊരു അങ്ങ് മറിക്കുക. എൻ്റെ ചങ്ങാതി ഇത് വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് ആ അരപ്പെല്ലാം കൂടെ മത്തിയിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. ഈ അച്ചാറിൻ്റെ പ്രത്യേകത, നമ്മളിത് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് കൊതി വരും. വായിലൊക്കെ വെള്ളം വന്നിട്ടൊരു രക്ഷയുണ്ടാവില്ല. ഇതുപോലെ പയ്യെ തേച്ചങ്ങ് പിടിപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് കായപ്പൊടിയും കൂടെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ? എന്നിട്ട് സ്ലോ മോഷനിൽ തന്നെ ഇവനെ ഇങ്ങ് മിക്സ് ചെയ്യുക. അപ്പം മീൻ പൊടിയാതെ ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ടാണ് പയ്യെ ഇതൊക്കെ വറുത്തിരിക്കുന്നതുകൊണ്ട് പൊടിയത്തില്ല, എന്നാലും പൊടിയാതെ ഇതുപോലെ അങ്ങ് എടുക്കുക. കാണുമ്പോൾ തന്നെ ചങ്ങാതിമാർക്കെല്ലാം കൊതി വരുന്നില്ലേ? സംഭവം വേറെ ലെവലാണ് കേട്ടോ, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം നേരെ ഒന്ന് മാർക്കറ്റിൽ ചെന്ന് കുറച്ച് മത്തി മേടിച്ചത് ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്യുക. ഒരു രക്ഷയുണ്ടാവില്ല എൻ്റെ ചങ്ങാതി. അപ്പം മറക്കരുത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നല്ല നല്ല കമൻ്റൊക്കെ വാരി വിതറണം എൻ്റെ ചങ്ങാതിമാരെ.
നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ, ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ്. അതും കൂടെ ഒന്ന് തള്ളിക്കൊടുക്കുക എൻ്റെ ചങ്ങാതി. കൊതി വന്നിട്ടൊരു രക്ഷ